നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഞാൻ ആക്ച്വലി 2-3 ഡെക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഷഫിൾ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഡെക്ക് റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ. ഓക്കെ, ഫസ്റ്റ് പൈൽ നമുക്കിവിടെ ഡോഗാണ്. ഓക്കെ, പപ്പി, നായ്ക്കുട്ടി. സെക്കൻഡ് പൈൽ ഡക്ക് ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഡെക്ക് ഇവിടുന്ന് മാറ്റില്ല. 1, 2 എന്നുള്ളത് ഞാൻ നമ്പേഴ്സ് ജസ്റ്റ് മേലെ കൊടുക്കാം. പൈൽ 1, പൈൽ 2 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏത് റീഡിംഗ് ആണ്, ഏത് പൈലിൻ്റെ ആണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ആൻഡ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് പൈൽ 1, പൈൽ 2ൻ്റെ ടൈം സ്റ്റാമ്പ്സ് ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങുന്ന സമയമായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾ പറ്റിയ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ട് നിങ്ങൾക്കത് കാണൂല്ല, കമൻസിലാവുമ്പോൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, ഒന്ന് നിങ്ങൾ ചെയ്ത് വെക്കുക ആരെങ്കിലും പറ്റിയാൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചാംസും നെയിം ഇനീഷ്യലും കൂടി എടുക്കും. ഓക്കെ, സിറ്റുവേഷൻ നമുക്ക് ക്വിക്കായിട്ട് പറയാം. ഇപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ. നമുക്ക് ഈ വരുന്ന കുറച്ച് ദിവസത്തേക്ക് എന്തായിരിക്കും നിങ്ങളുടെ എനർജി എന്ന രീതിക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ എനർജി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ എനർജി ഇപ്പോൾ ഈ വരുന്ന ഒരാഴ്ച 10 ദിവസം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് 1 വീക്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് സിറ്റുവേഷനിലായിരിക്കും, എന്ത് എനർജി ആയിരിക്കും അവരുടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ എന്തായിരിക്കും സിറ്റുവേഷൻ. ഓക്കെ, ഇതാദ്യം ടാരോ ഉണ്ട് ആൻഡ് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഒറാക്കിൾ ഡെക്സ് ആണ്. സോ നമുക്ക് ടാരോ ഒന്ന് തുടങ്ങാം. 2 ഓഫ് പെൻഡിക്കിൾസ് ഫസ്റ്റ് പൈൽകാർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ ഡോഗ് ചൂസ് ചെയ്തവർക്ക് അധികം നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, 2 ഓഫ് പെൻഡിക്കിൾസ്, ഡെവിൾ, 10 ഓഫ് വാൻഡ്സ്, 5 ഓഫ് വാൻഡ്സ്. എൻ്റെ മേ ഓക്കെ, കുറച്ച് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഈ വരുന്ന ഒരാഴ്ച 10 ദിവസം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രെസ്ഫുൾ ടൈം ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം. അകൽച്ച ഉണ്ടാവാം, ഓൾറെഡി നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. 2 ഓഫ് പെൻഡിക്കിൾസ് പേഴ്സൻ്റെ മൈൻഡിൽ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് അവർ ബേർഡനിലാണെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സ് കോൺഫ്ലിക്ട്സിൻ്റെ കാര്യമാണ്. 5 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ അവർ കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സും ഉണ്ട്. ഡിഫെൻസീവ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഈ ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ ആവും എന്ന് പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരാം. അത് നിങ്ങളുടെ കാരണമായിരിക്കാം. ഇതെന്താ റീസൺ എന്നിവിടെ ഡെവിൾ കാർഡ് ഉണ്ട്. ഇവിടെ ഡെവിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലെങ്കിൽ നെഗറ്റീവ് എനർജി, അതായത് നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ വേറെ വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് പറയാം. 2 തരത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വരാനും, നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവാനും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം കൺഫ്യൂഷൻ വരാനും ഒക്കെയുള്ള ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഡിഫെൻസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഇതിലായിരിക്കുമ്പോൾ തോന്നുക നിങ്ങൾക്ക്. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും തെറ്റായിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഇത് 2 പേരുടെ എനർജി ആവാം. നമ്മൾ റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് ജനറലി നോക്കുന്നത്. സോ നിങ്ങളുടെ എനർജിയും ആവാം, നിങ്ങളും ഡിഫെൻസീവ് ആവും, നിങ്ങളുടെ പേഴ്സണും ഐ തിങ്ക് ഡിഫെൻസീവ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഡബിൾ എനർജി ഉണ്ട്, ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. ചിലവർക്ക് നിങ്ങൾക്ക് വല്ല കണ്ണു തട്ടിയതായിരിക്കും. അതായത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേ ബി ആരുടെങ്കിലും കണ്ണു തട്ടിയതായിരിക്കും, അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന രീതിയിൽ. ഓക്കെ, ചിലവർക്ക് 10 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ ചിലവർക്ക് ചില ബേർഡൻ ആയിട്ട് കാണുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു ഫാമിലി ബേർഡൻ ആയിരിക്കാം, ജോലി അങ്ങനത്തെ കാര്യങ്ങളുടെ ബേർഡൻ ആയിരിക്കാം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത് നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, 2 ഓഫ് പെൻഡിക്കിൾസ് പറയുമ്പോൾ നമ്മൾ 2 സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് പറയുക. സോ അവരുടെ ലൈഫിൽ വേറെയും ചില കാര്യങ്ങൾ പ്രയോറിറ്റി ഉണ്ട്, വേറെയും ചില കാര്യങ്ങൾക്ക് അവിടെ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, അവരുടെ ലൈഫിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തുള്ള ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിലുള്ള ടെൻഷൻസ് ആയിരിക്കാം. അങ്ങനെ അവർ മേലൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുണ്ടാവാം. ചിലർക്ക് വീട്ടിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അത് അവർക്ക് വളരെയധികം, അവരെ ഓൾറെഡി അതിലൊക്കെ അവർ പെട്ട് നിൽക്കുന്ന പോലെ, അവർ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഐ തിങ്ക് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അവർക്ക് മാനേജ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടായിട്ട് അവർ ഡിഫെൻസീവ് ആവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ വളരെ ഡിഫെൻസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഈ വരുന്ന കുറച്ച് ദിവസം നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇതെന്തിനെ കുറിച്ചാണ് എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ.
ഫസ്റ്റ് പൈൽക്കാർക്ക് എന്തിൻ്റെയാണ് ഈ സ്ട്രെസ്സും കാര്യങ്ങളും കാണുന്നത്? ഹയറോഫൻ. മാരീഡ് ആവാം ചിലവർ. ചിലവർ മാരീഡ് ആയിരിക്കാം. യെസ്, 3 ഓഫ് കപ്സ് ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് മാരീഡ് സിറ്റുവേഷൻസ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ആ രീതിക്കുള്ള കാര്യങ്ങളാണ്. ചിലവർക്ക് റിലീജിയൻ വേറെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ആണ്. ഞാൻ ഒരുപാട് ഡീപ്പ് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാർഡ്സിനും കൂടി നമുക്ക് നോക്കാം. സപ്രഷൻ, ബ്രേക്ക് ത്രൂ ആൻഡ് ട്രാവലിംഗ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സപ്രഷൻ എന്ന് കാണുന്നുണ്ട്. അതായത് അവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ട് ഞാനതാ പറഞ്ഞത്. ചിലപ്പോൾ ഫാമിലിയുടെ ബേർഡൻ. ആ ഫാമിലിയുടെ ബേർഡനിൽ അവർ വല്ലാതെ പെട്ടിരിക്കുന്ന പോലെയാണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഫാമിലി അവരെ കൺട്രോളിങ് ഉണ്ടാവും. ചിലവർക്ക് പാരൻസിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ കൺട്രോൾ, അതിൽ അവർ പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സ്ട്രെസ്സാണ് അവർക്ക് ശരിക്കും. ഐ തിങ്ക് അതിൽ അവർ പുറത്ത് വരും. അതിൽ നിന്നൊരു ബ്രേക്ക് ത്രൂ വരും. ട്രാവലിംഗ് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരാൻ ആഗ്രഹമുണ്ട് അവർക്ക്. അവർ വരും, അതിൽ നിന്ന് മാറി വരും അവർ. നമുക്ക് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഒരു സണ്ണൊക്കെ ഉണ്ട് ഇവിടെ. സോ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് അവർ മുന്നോട്ട് ശരിയാവും എന്ന് പറയാം. ഇവിടെ ചിലവർക്ക് നമ്മുടെ ചാരിയറ്റ് കാർഡായിട്ട് എടുക്കാം ഇതിനെ നമുക്ക്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരും എന്ന് പറയാം. ഈ സിറ്റുവേഷൻ ഒരു അവർ പുറത്ത് വരും. അവരെന്തിലാണോ പെട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് അവർ പുറത്ത് വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഒരു എനർജി ഈ ഒരു അടുത്ത ഒരാഴ്ച 10 ദിവസത്തെ ആണല്ലോ. സോ അതിൽ എനിക്ക് ആ മാറ്റം കാണുന്നില്ല. അത് കഴിയുമ്പോൾ ഐ തിങ്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ട്രാവലിംഗ് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്ന പറയാം, അല്ലെങ്കിൽ അവർ ട്രാവലിംഗ് ആയിരിക്കാം. അവരെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ വലുതൊക്കെ ആയിരിക്കാം. ആൻഡ് ഇവിടെ അഗെയിൻ റൈഡറാണ്. ട്രാവലിങ്ങിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ മേ ബി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതായിരിക്കാം. ചിലവർക്ക് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരും എന്ന് പറഞ്ഞ പോലെ തന്നെ എടുക്കാം. നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് പോസിബിൾ ആയിരിക്കും. ക്ലൗഡ്സ് ഉണ്ട്. ആക്ച്വലി ഇതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ക്ലൗഡ്സ് ഒക്കെയാണ്. സോ അവർ മനസ്സ് വളരെ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലാണ് കിടക്കുന്നത്. അവരൊരുപാട് മാനസികമായ പ്രശ്നങ്ങളിൽ കൂടി ഗോത്രൂ ചെയ്യാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അവർ ഇതിൽ. അതിൻ്റെ ഇവിടെ ക്ലൗഡ്സ് ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് ഒരു നല്ലൊരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ആൻഡ് ക്രോസ് റോഡ് വീണ്ടും ഉണ്ട്. നമ്മുടെ 2 Pentacles 2 Wandsൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം. അവർക്ക് എങ്ങനെ 2 സിറ്റുവേഷനും കൂടി മാനേജ് ചെയ്യണം എന്നുള്ള ചിന്തകളായിരിക്കും. നിങ്ങളെ മാനേജ് ചെയ്യണം, അവരുടെ വീട് ഫാമിലി മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ജോലി കരിയറിലെ സ്ട്രെസ്, അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ അവർ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്ന് അവർ പുറത്ത് വരും. പുറത്ത് വന്ന് നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നീട് നിങ്ങൾ തമ്മിൽ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ അവർ ഒരു വളരെ കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വരുമ്പോൾ ഇപ്പോൾ അവർ ഇറിറ്റേറ്റ് ആവുന്നു എന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ പറയും എനിക്ക് അറിയില്ലല്ലോ സിറ്റുവേഷൻ എന്ന്, അല്ലേ? പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവർ ഡിഫെൻസീവ് ആവുന്നു, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എതിർത്ത് പറയുന്നു, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സൈലൻ്റ് ആവാം. അവിടെ എന്ത് റീസൺ ആണ്, നിങ്ങളുടെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ടെൻഷനിൽ വരിക. അപ്പം നിങ്ങളും റിയാക്ട് ചെയ്യുന്നത് അത്തരത്തിൽ നെഗറ്റീവായി പോകും. സോ നിങ്ങൾ ഒന്ന് ശാന്തമാവുക. എന്നോടുള്ള ദേഷ്യമല്ല എന്ന് നിങ്ങൾ വിചാരിച്ചേക്കുക. അവർക്ക് വേറെന്തോ കാര്യങ്ങളുണ്ട്, അവരുടെ മനസ്സിൽ വേറെന്തോ ഉണ്ട്, എന്തോ ഇറിറ്റേറ്റഡ് ആണ്, വേറെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ശാന്തമായിട്ട് വിട്ടേക്കാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. മാക്സിമം പറ്റിയാൽ അതാണ് ബെറ്റർ. അധികം സംസാരിക്കാൻ തന്നെ നിൽക്കണ്ട. അങ്ങനെ സംസാരിച്ച് ഇറിറ്റേറ്റ് ആവുന്നു എന്ന് തോന്നിയാൽ അതവിടെ വിട്ടേക്കുക. അവരുടെ അടുത്ത് തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കാം. ആ രീതിയിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് പൈൽ 1കാർക്ക് ഞാൻ സൗണ്ട് വരും ചിലപ്പോൾ കൂടുതൽ. ഞാൻ ഇത് ഇവിടെ തന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു റൈഡറുമായിട്ട് കണക്ട് ചെയ്യുമല്ലോ എന്ന്. യാത്ര, ട്രാവലിംഗ്, കാറ്. ഇവിടെ 2 ഹാർട്ട് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു സ്നേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ. എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറി വരുമെന്ന് നിങ്ങൾ തൽക്കാലം ഒന്ന് ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ച് സമാധാനമായിട്ടിരിക്കാം. ആൻഡ്
ഇതിവിടെ എന്താ പറയുന്നത്, ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറയുന്നുണ്ട്. ചിലവർ നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് ചിലപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എപ്പോഴും. ഓക്കെ, ഏതെങ്കിലും ഫ്രണ്ട്സിനോടാണ് ഇപ്പോൾ നിങ്ങളുടെ ഫൈറ്റ് വന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് ഐ തിങ്ക് ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാവും. ഓക്കെ, നേരത്തെ പരിചയമുള്ളവരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബോണ്ട് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ പേഴ്സൺ എന്തെങ്കിലും ഫൈറ്റ് ചെയ്താലൊക്കെ തൽക്കാലം അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക, ശരിയാവും. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞു ട്രാവലിങ്ങിൻ്റെ കാര്യം. ട്രാവലിംഗ്, നമ്മൾ റൈഡർ എന്നൊക്കെ പറഞ്ഞു, ബൈക്ക്, കാറ് എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു യാത്ര, ട്രാവലിംഗ്, കാണാൻ വരിക, മീറ്റിംഗ്, അങ്ങനത്തെയൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, അഗൈൻ ഇവിടെ പ്ലെയിനും ഉണ്ട്. സോ രണ്ടും പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണിനെ ചിലപ്പം നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമായിരിക്കും, അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യാൻ വരും. നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറേയൊക്കെ ക്ലിയർ ആവും അല്ലേ. ഇത് ആക്ച്വലി സ്പൈഡറാണ് അല്ലേ? അതെ, ഞാൻ ഒന്ന് എണ്ണി നോക്കിയത് സ്പൈഡർ തന്നെയല്ലേ. ഓക്കെ, അത് സ്പൈഡർ തന്നെയാണ്. സോ സ്പൈഡർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഡെവിൾ എനർജി ആയിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവാം കേട്ടോ. ഓക്കെ, ചിലവർക്ക് ലൈക്ക് ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം. ഇത് സ്പൈഡർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് പറയാറുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി, ഡെവിൾ എനർജി നിങ്ങളുടെ പേഴ്സണിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. കണ്ണുതട്ടൽ, ഈവൻ അതും പറയാം നമുക്ക്, കണ്ണുതട്ടലായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് ഹാർട്ടാണ്. ഓക്കെ, ഹാർട്ട്, 2 ഹാർട്ട് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഫീലിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് പറയാം. ആൻഡ് ഇവിടെ കുട്ടികൾ, ഒരു കുട്ടിയായിട്ട് കാണുന്നുണ്ട്. ചിലവർ ലൈഫിൽ കുട്ടികളുടെ എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, അവരുടെ ഫാമിലി, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ആൻഡ് ആങ്കർ, ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ്. ഓക്കെ, ഇപ്പോൾ ലേശം പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, പക്ഷെ അത് ഓക്കെ ആവും. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നങ്കൂരം ഇട്ട് വെക്കുക. അതായത് സ്ട്രോങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു പോയാലും ഓക്കെ ആയിരിക്കും. സൺ ഉണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ അത് പീസിൻ്റെ സിമ്പിളാണ്. സോ നിങ്ങൾ തമ്മിൽ ശരിയാവും, കാര്യങ്ങൾ ബെറ്റർ ആവും, പീസ് വരുമെന്ന് പറയാം. ഓക്കെ, അധികം എടുക്കാം ചെയ്യുന്നില്ല, 2 പൈലുണ്ടല്ലോ. FENPYBUM. ഓക്കെ, ഇതൊക്കെയാണ് ലെറ്റേഴ്സ് നമുക്ക്. MFEYPNBU. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ പേരിലുണ്ടാവാം, അവരുടെ പേരിലുണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ശ്രമിക്കാം. ഓക്കെ, MEN ഉണ്ട്. FUN, ഫൺ, BYE. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് 54019 ആണിത്. ഓക്കെ, 54109. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ് ഇവിടെ. സോ ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, സോ നമുക്ക് പൈൽ 2ലേക്ക് പോകാം ഇനി. സോറി. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, പൈൽ 2കാർക്ക് നമ്മൾ ഡക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ആദ്യം നിങ്ങളുടെ ഓക്കെ ടാരോ ഒന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ഹെർമിറ്റ്, ഡെത്ത് ആൻഡ് സൺ. വെരി നൈസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, 8 ഓഫ് കപ്സ് ആൻഡ് ഹെർമിറ്റ് ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് വോക്ക് അവേ ചെയ്തിട്ടുണ്ട്, അവർ വിട്ട് പോയിട്ടുണ്ടാവാം. സിറ്റുവേഷൻ നിങ്ങളായിരിക്കാം വോക്ക് അവേ ചെയ്തത്, ചിലപ്പോൾ അവരായിരിക്കാം. എനിക്ക് രണ്ടും ആവാം. ആൻഡ് പക്ഷെ ഇവിടെ ലൈക്ക് ഇതിലെനിക്കൊന്നും പറയാനേ ഇല്ല. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. എനിക്ക് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ശരി, ഇവിടെ കാണുന്നത് ഡെത്ത് ആൻഡ് സൺ ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, സമയത്തിൻ്റെ മാറ്റം എന്ന് പറയാം, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മാറ്റം എന്ന് പറയാം, പേഴ്സൻ്റെ മാറ്റം എന്ന് പറയാം. ആൻഡ് സൺ കാർഡാണ്. സോ നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പിനെസ്, സന്തോഷം, കാര്യങ്ങൾ ക്ലിയർ ആവുക. എനിക്കിവിടെ ഒന്നും പറയാനേ ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, വേണമെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുപോയതെന്ന് വേണമെങ്കിൽ നോക്കാം. അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കിത്തരാം.
അവിടെ നിങ്ങളുടെ പേഴ്സണിന് വളരെയധികം നിങ്ങളോട് ഫീലിങ്സ് ആണ്. ഓക്കെ, അവർ നിങ്ങളെ വിട്ടിപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവാം, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. നിങ്ങളെ വിട്ട് സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നിങ്ങൾ തമ്മിലൊന്ന് അകന്നതായിരിക്കും. ബട്ട് ഫീലിങ്സ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീയൂണിയൻ എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഒരു ലൈക്ക് ഇതിൽ ഒന്നുമില്ല അവിടെ. എന്തുകൊണ്ടായിരിക്കും അവർ വിട്ടുപോയെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ. എന്തുകൊണ്ടായിരിക്കും? 7 of Cups, sorry, Hangman, okay, Ace of Swords, Princess of Pentacles, okay, 2 of Swords, okay. ചിലവർക്ക് തേർഡ് പാർട്ടി കാരണമായിരിക്കാം. തേർഡ് പാർട്ടി ഇപ്പോൾ പക്ഷേ ഒരു കാര്യം പറയാം, തേർഡ് പാർട്ടിയോട് ഇവർക്ക് സ്നേഹമൊന്നുമില്ല. ഓക്കെ, കാരണം ഫീലിങ്സ് നിങ്ങളോടാണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഇപ്പോൾ ആരും ആവാം. ലൈക്ക് പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്നാണ് ഇവിടെ ഉള്ളത്. സോ മേ ബി ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ വന്നത്. ഓക്കെ, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം. ഇവിടെ 7 of Cups എന്ന് കാണുന്നുണ്ട്. 7 of Cups, Hangman ആൻഡ് Ace of Swords. ഓക്കെ, വേറെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, അതിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ്, ആക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് എടുക്കുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓൾറെഡി നമുക്ക് ഡെത്ത് ആൻഡ് സൺ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്ത് തന്നെ ഒബ്സ്റ്റക്കിൾ, വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അവരിടയിൽ ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട് ചില അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വിട്ടു പോയത്. അത് വേറെ ഓപ്ഷൻസ് പക്ഷെ അവർക്ക് താല്പര്യമില്ല. ഓക്കെ, ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറയാം, അവർക്ക് താല്പര്യം തീരില്ല. യൂണിവേഴ്സ്, വേൾഡ് കാർഡ്, എൻഡിങ്, ഹൈ പ്രീസ്റ്റസ്. ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി ആരും ഇടയിൽ വന്നിരുന്നു. ഓക്കെ, ആ തേർഡ് പാർട്ടി പക്ഷേ നിങ്ങളുടെ പേഴ്സണിന് താല്പര്യമൊന്നുമില്ല തീരെയും. ഓക്കെ, അതിൽ നിന്ന് അത് വിട്ടു മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആര് തന്നെ ആയാലും ശരി, അതിപ്പോൾ മിക്കവാറും വല്ല ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും പറയാം. ഇത് തേർഡ് പാർട്ടി എന്ന് മീൻസ് പ്രീസ്റ്റസ് ഓഫ് ദ സിൽവർ സ്റ്റാർ, ഇത് വേറെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കൾ, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിച്ചതോ അങ്ങനെ വലുതോ ആയിരിക്കാം. ഓക്കെ, കാരണം അതിനെയൊക്കെ ഓവർകം ചെയ്ത് അതിനെ എൻഡ് ചെയ്ത് അങ്ങനെ ആരെന്ത് പറഞ്ഞാലും ഓക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുത്ത് വരുന്നു എന്നാണ്. ഓക്കെ, കുറച്ചൊന്നും അവർ സ്റ്റക്കായി ഇടയിൽ, മേ ബി അവർ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പം മാറ്റമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ എന്ന രീതിയിലാണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവർ വേറെ എന്ത് അവരുടെ ലൈഫിൽ ഓപ്ഷൻ ഉണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ അവർ ആരവരെ പിന്നാൽ ചിലപ്പോൾ ആരെങ്കിലും അവരുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് വന്നതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, അതിൽ നിന്നും അവർ പുറത്തു വരുന്നു എന്നാണ്. അതിലൊരിക്കലും അവർ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെ വെട്ടിമാറ്റി നിങ്ങളുടെ അടുത്തേക്കാണ് ആക്ഷൻ എടുക്കുന്നത് അവർ. ഓക്കെ, എന്തവരെ തടസ്സം ഉണ്ടെങ്കിലും അതവർ ഏസ് ഓഫ് സോർട്സ് ആക്ഷൻ. ഓക്കെ, ഐ തിങ്ക് ഇതിൽ 4 കാർഡ് വന്നുകൊണ്ട് മറ്റേതിൽ 3 ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിവേ, കൺട്രോൾ, റീബർത്ത്, തണ്ടർബോൾട്ട് ആൻഡ് കറേജ്. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ആരോ നിങ്ങളുടെ സിറ്റുവേഷനിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, അവർ ലൈഫിൽ ആരെങ്കിലും വന്ന് ഇടയിൽ ഫാമിലി തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. രണ്ടും ഓൾമോസ്റ്റ് ചില സിമിലാരിറ്റി ഉണ്ട്. മേ ബി ഫസ്റ്റ് പൈലും കൂടി നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ഒരു ചിലപ്പോൾ കഥ കുറച്ചുകൂടി മാച്ച് മേ ബി ആവാം. ഇവിടെ റീബർത്ത്, ഓക്കെ, ആൻഡ് തണ്ടർബോൾട്ട് ഉണ്ട്. തണ്ടർബോൾട്ട് ടവർ കാർഡാണ്. സാധാരണ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നു. ഓക്കെ, നിങ്ങളെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ വിട്ടു മാറി പോയി. അവർ മേ ബി വേറെ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടാവാം. ഓക്കെ, വേറെ ഓപ്ഷൻ ചൂസ് ചെയ്യണോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ലൈക്ക് വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞതോ, അല്ലെങ്കിൽ ഫാമിലിയുടെ വാക്ക് കേട്ടതോ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ വല്ലവരും വേറെ ആരെങ്കിലും ഇഷ്ടം പറഞ്ഞു വന്നതോ എന്തെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെ നിങ്ങളെ വിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടാവും പേഴ്സൺ. ഓക്കെ, പക്ഷേ അവർ കറേജ് എന്ന് കാണുന്നുണ്ട്. പേഴ്സൺ ധൈര്യം കൈവരിച്ച് മുന്നോട്ട് വരും. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും റീബർത്ത് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ആക്ഷൻ എടുക്കാനുള്ള കറേജ് കൊണ്ടുവരും. ഓക്കെ, അവർ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചതാണെങ്കിലും ശരി, വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി വന്നാണെങ്കിലും ശരി, എന്ത് തന്നെ ആയാലും ശരി, അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. റീബർത്ത് നമുക്ക് വീണ്ടും ഇവിടെ ഡെത്ത് ആയിരുന്നു, ഡെത്തും റീബർത്തും വീണ്ടും സെയിം കാർഡ്സ് ആണ്. സോ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ, ഓക്കെ, പേഴ്സണിന് നിങ്ങളോടാണ് സ്നേഹം, അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. എന്തവിടെ നടന്നു എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട. ഓക്കെ, പേഴ്സണിന് നിങ്ങളോടാണ് സ്നേഹം, നിങ്ങളെ വിട്ടുമാറി പോയതായിരുന്നു, യെസ്, പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന്, ആൻഡ് നിങ്ങളെ അവർ ചൂസ് ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ഇത് സെയിം ഇവിടെ ആദ്യം തന്നെ സ്നേക്ക് കാണുന്നുണ്ട് എനിക്ക്, സ്റ്റോക്ക് ആൻഡ് മാൻ. ഓക്കെ, ഇത് രണ്ടും. ഓക്കെ, സ്നേക്ക് എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആരും ഇടയിൽ ഒരു ഇൻ്റർഫിയറൻസ്. ഓക്കെ,
ഫസ്റ്റ് പൈൽ കൂടി ഐ തിങ്ക് കുറച്ച് മാച്ച് ഉണ്ട് ഇവിടെ. എനിക്ക് രണ്ടും ഒരു പൈലിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി ഇത് വന്ന പോലെ ഉണ്ട് ഇവിടെ. സോ കണ്ടു നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇവിടെ സ്നേക്ക് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ഞാൻ പറഞ്ഞ പോലെ ആരോ നിങ്ങളുടെ ഇടയിൽ കളിച്ചതാണ്. ഓക്കെ, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും ഇടയിൽ കയറി വന്നതായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അത് ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ. ഓക്കെ, വേറെ മാരീഡ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഒന്നും പക്ഷെ പേഴ്സണിന് താല്പര്യമില്ല. വളരെ വളരെ ഉറപ്പാണ് അവർ ഇത് ഒരു മെസ്സേജ് വരുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് മെസ്സേജ് വരും തീർച്ചയായിട്ടും. അവർ അഗെയിൻ കറേജ്, യെസ്, ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, ഒരു കറേജിൽ നിൽക്കുന്ന കാണുന്നില്ലേ. അത് ലേഡീസ് ആയാലും കേട്ടോ, ലേഡീസ് ആയാലും അവർ കറേജ് എടുക്കും എന്ന രീതി പറയാം. മാൻ ആവണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, അവർ ആ മാൻലി എനർജിയിൽ വരും എന്ന് പറയാം. അതായത് ധൈര്യം കൊണ്ടുവരും അവർ. ആ ധൈര്യം കൊണ്ടുവന്ന് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുമെന്നാണ്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും അവർ. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും. മെസ്സേജ് വരും നിങ്ങൾക്ക്. പേഴ്സൺ ഒരു കറേജ് എടുത്ത് ധൈര്യം വെച്ച് നിങ്ങളെ ബാക്കി എന്തും കട്ട് ഓഫ് ചെയ്ത് വേറെ എന്താണോ നിങ്ങളുടെ ഇടയിൽ തടസ്സം അതിനെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത്. ഓക്കെ, പോരെ എത്രയ്ക്ക്. ഓക്കെ, സോ ഇവിടുത്തെ സെക്കൻഡ് പൈൽ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടി ഞാൻ സാരില്ല, വൃത്തിയായിട്ടൊന്നും വെക്കാനുള്ള സമയം നോക്കുന്നില്ല. ഓക്കെ, ചാംസ് ആൻഡ് പൈൽ 2 ഡക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ലവ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പാരിസ് ആണ്, വിഷ് ആണ്, ആങ്കർ, സീഷൽ, സ്പൈഡർ. അഗെയിൻ ഫസ്റ്റ് പൈലിലും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ലിസേർഡും ഉണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് ലവ് 2 തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹം വളരെ ഇമ്പോർട്ടൻറ്റ്, ഐ മീൻ വളരെ അധികം ഉണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് നിങ്ങളെ മീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, മെസ്സേജ് വരും, മീറ്റിംഗ് വരും, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും, ട്രാവൽ ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. ഓക്കെ, മീറ്റിംഗ് പോസിബിൾ ആണ്. ആൻഡ് ഇത് സീഷൽ എന്ന് പറയാം. നമുക്ക് നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ മെമ്മറിയിൽ എന്താ പറയുക, ലൈക്ക് എവിടെയെങ്കിലും ബീച്ചിൽ പോയതോ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, ഇത് പാരീസിൻ്റെ ആണ്. സോ ഐഫിൽ ടവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതൊക്കെ നമ്മൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയും. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ്, റൊമാൻറ്റിക് മീറ്റിംഗ് പോസിബിൾ എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ഞാൻ ഇവിടെ മേക്ക് എ വിഷ് എന്നാണിത്. ഇത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നടക്കും. ഓക്കെ, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ആൻഡ് ഇവിടെ മാജിക്കായിട്ട്, ആക്ച്വലി മാജിക്കൽ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മാജിക്കൽ ആണെന്ന് പറയാം. ഓക്കെ, ഒരിക്കലും നിങ്ങളെ അങ്ങനെ വേറെ ആർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നമ്മുടെ എന്താണ് ഹംസ ഹാൻഡ് എന്തോ പറയും, പീസിൻ്റെ ആണോ അല്ലേ, പീസ്, അങ്ങനത്തെ കാര്യങ്ങളാണിത്. നിങ്ങൾ തമ്മിൽ ഓക്കെ ആവും. ആൻഡ് ആങ്കർ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്, ആർക്കും ഇടയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും പറയുന്നത് ആക്ച്വലി ഇത് നിങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഇതും സ്പൈഡറും നമുക്ക് ഒരു ഡെവിൾ എനർജി, നമ്മളൊരു കണ്ണുതട്ടൽ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. സോ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഓക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നെയിം ഇനീഷ്യൽസ് ഇവിടെ എടുത്ത്, ഇനീഷ്യൽസ് ആൻഡ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, കുറേ വന്നു. ഓക്കെ, ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 9, 3, 7, 6, 1, 3, 5. 3 2 തവണ വന്നിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം നിങ്ങൾക്ക്. കുറേ പേർക്ക് റെസനേറ്റ് ആവുമായിരിക്കും. ഓക്കെ, 6 and 9, 1, 7, 5, 3. ഓക്കെ, നമ്പേഴ്സ് നിങ്ങൾക്ക് ഡേറ്റ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, എന്തോ ആവാം. ഓക്കെ, നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്സ് അങ്ങനത്തെയൊക്കെ ആവാം. ഓക്കെ, EHTWFAMD കുറേ വന്നു, സോറി. ZZUKGY. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കണോ? EHTWFAMDZUKGY. ഓക്കെ, ഡേ, മേ,
ലെറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം, അതിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാച്ച് ആയിട്ട് വല്ലതും വരുമെന്ന്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളുടെ സിറ്റുവേഷൻ ആക്ച്വലി സെക്കൻഡ് പൈലുകാർക്ക് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ സിറ്റുവേഷനിൽ അവർ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ ഉടനെ തിരിച്ചു വരും. ഓക്കെ, എത്രയും വേഗം അവർ തിരിച്ചെത്തും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.